Hi, welcome to my classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 സിലബസിലെ തേർഡ് ചാപ്റ്റർ ആണ് ഇലക്ട്രോഡൈനാമിക്സ് അഥവാ കറണ്ട് ഇലക്ട്രിസിറ്റി. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ. ദാറ്റ് ബ്രാഞ്ച് ഈസ് കോൾഡ് as ഇലക്ട്രോഡൈനാമിക്സ് അഥവാ കറണ്ട് ഇലക്ട്രിസിറ്റി. നമുക്ക് തിയറിയിലും ലാബിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ. നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ചെയ്യണം, മീറ്റർ ബ്രിഡ്ജ് ചെയ്യാനുണ്ട്, ഓംസ് ലോ ചെയ്യാനുണ്ട്. അപ്പോൾ ലാബിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറംസ്. ആ തിയറി കംപ്ലീറ്റ് വരുന്നത് ഇലക്ട്രോഡൈനാമിക്സ് അഥവാ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. സോ നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഇരിക്കുവാണെങ്കിൽ, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഇരിക്കുവാണ്, അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയുന്നില്ല. ആ ഒരു ഫോഴ്സ് മൂലം ചാർജിന് ഒരു ആക്സലറേഷൻ കിട്ടുന്നു. അപ്പോൾ ചാർജ് മൂവിങ് ആണ്. അതേപോലെ ഒരു നമ്പർ ഓഫ് ചാർജസ് ഒരു മൂവിങ് ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്പർ ഓഫ് ചാർജസ് മൂവിങ് ആണെന്ന് വിചാരിക്കുക, ഒരു കണ്ടക്ടറിൽ കൂടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫ്ലോ ഓഫ് ചാർജസ് ഉണ്ട്. സോ ആ മൂവിങ് ചാർജസ് അഥവാ ഫ്ലോ ഓഫ് ചാർജസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കറണ്ട്. സോ ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വെൽക്കം ടു മൈ ക്ലാസ്. കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്. ദെൻ ഓംസ് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ ലെവലിൽ പഠിച്ചതാണ് ഓംസ് ലോ. അത് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി, drift velocity of electrons and current, current density, then temperature dependence of resistance, color codes of carbon resistors, series and parallel combinations of resistors, EMF and potential difference of cell, internal resistance of a cell, then series and parallel combination of cells. Next topic is Kirchhoff's law of electricity. അതിൻ്റെ ആപ്ലിക്കേഷൻ ആയ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഉണ്ട്, ദെൻ മീറ്റർ ബ്രിഡ്ജ്, ദെൻ നെക്സ്റ്റ് പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. കമ്പാരിസൺ ഓഫ് EMF ഓഫ് പ്രൈമറി സെൽസ്, സെക്കൻഡ് വൺ ഈസ് മെഷർമെൻറ്റ് ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇത്ര ടോപ്പിക്കാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് കറണ്ട്, ഓംസ് ലോ, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ഇലക്ട്രിക് കറണ്ട്. വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് കറണ്ട്? നമ്മൾ സ്കൂൾ ലെവലിൽ കേട്ടിട്ടുള്ളതാണ്. ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ ചാർജ് ഫ്ലോയിങ് ത്രൂ എനി സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതാണ് ഇലക്ട്രിക് കറണ്ട്. ഒരു കോപ്പർ വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസിൻ്റെ റേറ്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, കറണ്ടായിട്ട് എടുക്കുന്നത്. സോ I is equal to Q/T. ഒരു സ്റ്റഡി കറണ്ട് അഥവാ കോൺസ്റ്റന്റ് കറണ്ടാണ് ഫ്ലോ ചെയ്യുമെങ്കിൽ I is equal to Q be the charge per time T. സോ ദാറ്റ്സ് ഇക്വേഷൻ. ഇനി ഒരു വേരിയിങ് കറണ്ടാന്ന് വിചാരിക്കുക. ടൈം മാറുന്നതനുസരിച്ച് ഫ്ലോ ചെയ്യുന്ന നമ്പർ ഓഫ് ചാർജസിന്റെ എണ്ണം മാറുന്നുണ്ട്. നമ്പർ ഓഫ് ചാർജസ് വേരീസ് വിത്ത് ടൈം. അങ്ങനെയാണെങ്കിൽ I is equal to dQ/dt. That is rate of flow of charge varies with time. So these are the equations for electric current. Then next നമുക്ക് വേണ്ടത് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. SI unit of electric current is ampere. Then 1 ampere is equal to നമുക്കറിയാം equation Q/T ആണ്. So unit of Q is coulomb per second. So 1 ampere is equal to 1 coulomb per second. So ഇവിടെ നമുക്ക് കൂളം സെക്കൻഡിൽ നിന്ന് നമുക്ക് 1 ആംപിയർ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. ഒരു സെക്കൻഡിൽ യൂണിറ്റ് ടൈമിൽ ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. സോ 1 കൂളംബ് ഓഫ് ചാർജ് ഫ്ലോസ് ഇൻ യൂണിറ്റ് ടൈം. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് അതാണ് 1 ആംപിയർ എന്ന് പറയുന്നത്. If 1 coulomb of charge crosses an area in 1 second, then the current through the area is 1 ampere. That is 1 ampere. ഇലക്ട്രിക് കറണ്ടിന്റെ ബേസിക് കാര്യങ്ങൾ ഇതാണ്. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറണ്ടിലേക്ക് കടക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം AC DC നമുക്കറിയാം. അപ്പോൾ ഒരു സ്റ്റഡി കറണ്ട് വിച്ച് ഡസ് നോട്ട് വേരി വിത്ത് ടൈം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നേ ഇല്ല. ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തു. X ആക്സിസിലെ ടൈമും Y ആക്സിസിലെ Iയും എടുത്തിരിക്കുന്നു, കറണ്ട് എടുത്തിരിക്കുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഓൾവേസ് പാരലൽ ടു X ആക്സിസ്. അതാണ് സ്റ്റഡി കറണ്ടിന്റെ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓൾവേസ് വേരീസ് വിത്ത് ടൈം. സോ അവർ ഗ്രാഫ് ലുക്സ് ലൈക്ക് ദിസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇവിടെ മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ.
നെക്സ്റ്റ് നമുക്കൊരു അറിയാവുന്ന കറണ്ടാണ് എ സി അല്ലെ, കോമൺ ആണ്. എ സി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ കേസിൽ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നു, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നു. ഡയറക്ഷൻ പീരിയോഡിക് ആയിരിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ലൈക്ക് ദിസ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറണ്ട്. സോ നെക്സ്റ്റ് കൺവെൻഷണൽ കറണ്ട്. നമ്മളൊരു പ്ലേറ്റ് എടുത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഏതാണ്? ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ മോഷൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനാണ്. കൺവെൻഷണൽ കറണ്ട് ഈസ് ദ കറണ്ട് ഹൂസ് ഡിറക്ഷൻ എലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഒരു ഇലക്ട്രോണിക് മോഷൻ അഥവാ ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? യെസ്, ഇലക്ട്രോണിൽ ഇവിടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇലക്ട്രോൺസിന്റെ മോഷൻ. അപ്പൊ ഇലക്ട്രോൺസിന്റെ മോഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ. അഥവാ ഇലക്ട്രോണിക് കറണ്ട് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു കൺവെൻഷണൽ കറണ്ട്. അപ്പോൾ ഡയറക്ഷൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. Electric current is a scalar quantity because laws of ordinary algebra are used to add the electric current. നമ്മൾ കറണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജംഗ്ഷനിലേക്ക് പല മാർഗത്തിലൂടെ കറണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ I1, I2, I3 എന്ന കറണ്ട് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കത് ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഓർഡിനറി ഓൾജിബ്രയിൽ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. I1 + I2 + I3 എന്ന് എടുക്കുന്നത്. വി ഡു നോട്ട് അപ്ലൈ ദ വെക്റ്റർ അഡീഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വളരെ ഫെമിലിയർ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടു എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ വെൻ ദ ഫിസിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, മെക്കാനിക്കൽ സ്ട്രെയിൻ എക്സെട്ര റിമൈൻ സെയിം. അല്ലെ, ഫിസിക്കൽ കണ്ടീഷൻ എല്ലാം സെയിം ആണെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡ്സിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഡയഗ്രാം അറിയാം. ദിസ് ഇസ് എ കണ്ടക്ടർ, വി ബി ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ്. നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തു ഒരു കണ്ടക്ടറിലേക്ക്. വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് പൊളാരിറ്റി, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ആണ്. ഐ ബി ദ കറണ്ട് ഫ്ലോയിങ്. നമ്മൾ വി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഐയും ഇൻക്രീസ് ചെയ്യും. വി ഡിക്രീസ് ചെയ്താൽ ഐ ഡിക്രീസ് ചെയ്യും. 5 ടൈംസ് വി കൂട്ടിയാൽ 5 ടൈംസ് ഐ കൂടും. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ആണ്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. വി പ്രൊപ്പോർഷണൽ ടു ഐ or V is equal to a constant into I. That constant is capital R. നമുക്കറിയാം എന്താണെന്നുള്ള കാര്യം. R is called resistance of the conductor. R എന്ന് പറയുന്നത് കണ്ടക്ടർ അപ്ലൈ ചെയ്യുന്ന, ഓഫർ ചെയ്യുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. കറണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഓംസ് ലോ. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷനും വരുന്നു, റെസിസ്റ്റൻസ് ഉള്ള കൺസെപ്റ്റിലേക്ക് വരുന്നു. നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസിനെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു പോകണം. സോ ബിഫോർ ദാറ്റ് ഓംസ് ലോയുടെ ഒരു ഗ്രാഫാണ്. നമ്മൾ +2 സിലബസിലെ ലാബിൽ നമ്മൾ ലബോറട്ടറി നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഗ്രാഫും കൂടെ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓംസ് ലോയെ പറ്റി. സോ വി എക്സ് ആക്സിൽ വിയും വൈ ആക്സിസിൽ ഐയും നമ്മൾ എടുത്തിരിക്കുന്നു. ഗ്രാഫ് നമുക്ക് കിട്ടും, പ്രൊപ്പോർഷണാലിറ്റി ആണ്, ലീനിയർ ഗ്രാഫ് കിട്ടി. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. സ്ലോപ്പ് ഓഫ് വി ഐ ഗ്രാഫ് ഗിവ്സ് ദ റെസിസ്റ്റൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. Resistance of a conductor is the opposition offered by the conductor to the flow of electric current through it. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ, കറണ്ട് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിലെ അയോൺസും മോളിക്യൂൾസും ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്? പോകുന്ന ഇലക്ട്രോൺസിന് എഗെയിൻസ്റ്റ് ആയിട്ട്. അഥവാ ഒരു കൊളീഷനുള്ള ചാൻസ് ഉണ്ട്. അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് എഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. സോ R ഈസ് ഈക്വൽ ടു V ബൈ I. ഓംസ് ലോയിൽ നിന്ന് നമുക്ക് R ഈസ് ഈക്വൽ ടു V ബൈ I നമ്മൾ എടുത്തു. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം. 1 ohm ഈസ് ഈക്വൽ ടു വോൾട്ട് പെർ ആംപിയർ. V ബൈ A.
Then factors affecting resistance. റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. The factors affecting resistance are at constant temperature. Resistance depends on first length of the conductor. As the length increases, resistance also increases. That is R proportional to L, directly proportional to L. Next is area of cross section. As the area increases, resistance will decrease. അപ്പോൾ ലെങ്ത് കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിൻ്റെ തിക്നെസ്, വണ്ണം കണ്ടക്ടറിൻ്റെ കൂടുവാണെങ്കിൽ തിക്നെസ് കൂടുക, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ കോപ്പർ വയർ എടുത്താൽ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും, സിൽവർ എടുത്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് വേറെ ആയിരിക്കും. അപ്പോൾ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. സോ നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ് തേർഡ് ഫാക്ടർ. ഇതിനെ നമ്മൾ ക്ലബ് ചെയ്ത് എഴുതുവാണ് രണ്ട് ഇക്വേഷനും കൂടെ. ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. Resistance is directly proportional to length and inversely proportional to area of cross section of the conductor, and it also depends upon what? Yes, nature of the material. Then നമുക്കൊരു ഇക്വേഷനിലേക്ക് വരാം. R is equal to proportionality constant കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു rho be the proportionality constant, rho into L by A. Proportionality constant rho is called resistivity or specific resistance. Resistivity or specific resistance ആണ് ഇവിടുത്തെ proportionality constant rho എന്ന് പറയുന്നത്. So R is equal to rho into L by A. That's our equation for resistance. Resistivity does not depends upon the size of the conductor, but resistivity depends upon the nature of the material. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലെങ്ത് കൂടുവോ അല്ലെങ്കിൽ ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസിന് മാറ്റം വരും, പക്ഷേ റെസിസ്റ്റിവിറ്റി റിമൈൻ സെയിം. അത് അതിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കണ്ടക്ടറിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിനെ മാത്രമേ ഉള്ളൂ? മെറ്റീരിയലിനെ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കോപ്പറിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും, കോപ്പർ മാറ്റി ഗോൾഡ് എടുത്താൽ വേറെ റെസിസ്റ്റിവിറ്റി, ലൈക്ക് സോ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് നമുക്ക് രണ്ട് ടൈമാണ് റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് വി ഹാവ് ദ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇവിടെ റോ ഈസ് കോൾഡ് ആസ് വോട്ട്? റെസിസ്റ്റിവിറ്റി. സോ ഫോർ ഡിഫൈനിങ് റെസിസ്റ്റിവിറ്റി നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണ്. ഇഫ് എൽ ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്, നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അതേപോലെ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ യൂണിറ്റ് ആണ്. ദെൻ ദാറ്റ് ഇക്വേഷൻ ബിക്കം ആർ ഈസ് ഈക്വൽ ടു റോ. ആർ ഈക്വൽ ടു റോ അല്ലേ? 1/1 സ്ക്വയർ വന്നു. നെക്സ്റ്റ് നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ യൂണിറ്റ് ക്യൂബ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏത് തന്നെയാണ്? ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ റെസിസ്റ്റൻസ് തന്നെയാണ്. സോ റോ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്തെടുത്താൽ റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം മീറ്റർ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടക്ടിവിറ്റി എന്താന്ന് നോക്കാം. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. 1/ρ ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. SI unit is ohm per mho per meter, that is ohm inverse per meter, or Siemens per meter is the unit. Then silver has low resistivity, so it has high conductivity. കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറഞ്ഞിരുന്നാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെ ആയിരിക്കും? കൂടുതലായിരിക്കും. അപ്പം അതാണ് സിൽവർ ഹാസ് ലോ റെസിസ്റ്റിവിറ്റി ആൻഡ് ഇറ്റ് ഹാസ് ഹൈ കണ്ടക്ടിവിറ്റി. ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷൻ ഫോർമുല ഓഫ് സിഗ്മ is equal to m raised to -1, l raised to -3, t raised to -3 a square. ഡയമെൻഷൻ ഫോർമുല കാണാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്തു നോക്കണം. ഹിന്റ് തരുവാണ്. ഇലക്ട്രിക്
കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റിവിറ്റി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ വന്നു. നിങ്ങൾ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എല്ലാം ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ വേഗം കിട്ടും. സോ ഡയമെൻഷൻ ഫോർമുലയും കൂടെ ഓർത്തിരിക്കുക. On the basis of resistivity or conductivity, solids can be classified into conductors, insulators and semiconductors. നമുക്കറിയാവുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ, അതിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ അഥവാ റെസിസ്റ്റിവിറ്റിയുടെ ബേസിലാണ്. റെസിസ്റ്റിവിറ്റി കൂടിയ സോളിഡ്സിന് കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടക്ടിവിറ്റി വളരെ ഹൈ ആയിരിക്കും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റിവിറ്റി വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, so try to solve these problems. Two wires of equal lengths, one is copper and the other of manganese, have the same resistance. Which wire will be thicker? Next question is, how many electrons pass through a lamp in 1 minute if the current is 300 milliampere? Last one is, calculate the electrical conductivity of the material of a conductor of length 3 meter, area of cross section 0.02 millimeter square, having a resistance of 2 ohm. Thank you.